ഞങ്ങൾ ഈ ഷെഡ് കെട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പഴയ വീടുണ്ടായിരുന്നില്ല, അവിടെ പോലും ഇത്ര പരിപാടി നടന്നിട്ടില്ല കേട്ടോ. ഈ ഷെഡ് കെട്ടിയതിൽ പിന്നെ ഓരോരോ പരിപാടികളാണ് ഇതിൽ. അപ്പോൾ ഇന്ന് അപ്പുറത്ത് ഉമ്മാൻ്റെ ആങ്ങളയുടെ വാർപ്പാണ്. രാവിലെ തന്നെ കല്യാണ ചെറുക്കൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓരോ സ്ഥലത്ത് കല്യാണം വിളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം ഇങ്ങോട്ടും വന്നതാണ് കേട്ടോ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ ചോദിക്കായിരുന്നു, ഓരോ ദിവസം ഓരോ ആൾക്കാരാണ് കുടുംബത്തിൽ നിന്ന് കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ അതേ വാർപ്പായതുകൊണ്ട് തന്നെ എല്ലാ മൂത്തമ്മമാരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ എത്തുന്നുണ്ടായിരുന്നു. കൊച്ചും അന്ന് രാവിലെ എത്തി കേട്ടോ. ഞങ്ങൾ അന്ന് വൈകുന്നേരമാണ് പെണ്ണിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ പ്ലാൻ ചെയ്തത്. ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലോങ് വീഡിയോ, താഴെ ലിങ്ക് കൊടുത്തേക്കാവേ. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഷിനാജാണ് അവനെ പോയി വിളിച്ചത്. വന്ന ഉടനെ അവന് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ വാർക്കുന്നതിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് പോയി ഞാൻ ഒരു വീഡിയോ എടുത്തു. പിന്നെ നേരെ നമ്മുടെ ഷെഡിലേക്ക് പോയി. അവിടെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വെള്ളവും ചായയും ഫുഡൊക്കെ കൊടുക്കുന്ന ആ ഒരു തിരക്കിലായിരുന്നു. ഉച്ചക്ക് പിന്നെ ഫുഡ് ബിരിയാണി ഇവിടെ നിന്ന് കിട്ടുമെന്ന് നമുക്കറിയായിരുന്നു. അതുകൊണ്ട് ഫുഡൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അങ്ങനെ എല്ലാവരും കഴിച്ചിട്ട് ലാസ്റ്റ് ഞാൻ ഷിനാജും കൂടി ഇരുന്ന് കഴിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ വെഡ്ഡിങ് പർച്ചേസിനാണ് പോയത്. എല്ലാവരും ഉണ്ടായിരുന്നു നമ്മുടെ ഒപ്പം. അധിക ദിവസം നമുക്കില്ലാത്തതുകൊണ്ട് കല്യാണപ്പെണ്ണ് നാട്ടിലെത്തിയ അന്ന് വൈകുന്നേരം തന്നെയാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയത്. ആൾ ഗോവയിൽ വർക്ക് ചെയ്യുവാണ് കേട്ടോ. അപ്പം ഞാൻ ലോങ് വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറേ പേര് എന്താ ജോലിയും ചോദിച്ച്. ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ടാണ് ആൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ പോയത് മണ്ണാർക്കാട് തന്നെയുള്ള ഒരു റെൻ്റൽ ഷോപ്പിലാണ് കേട്ടോ, ലെക്സ് ലൂം എന്ന് പറഞ്ഞു. ഇവിടെ അത്യാവശ്യം നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 3-4 ട്രയൽ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ഒരെണ്ണം ഫിക്സ് ചെയ്തത്. പിന്നെ തലേ ദിവസത്തേക്കും പിറ്റേ ദിവസത്തേക്കൊക്കെ ഇവിടെ തന്നെയാണ് എടുത്തത്. ഇവിടുത്തെ കസ്റ്റമർ സർവീസൊക്കെ അടിപൊളിയാണ്. അതേപോലെ തന്നെ ഇവിടെ ഡിസൈനിങ്ങും എല്ലാം ഉണ്ട്. ബ്രൈഡൽ ബ്ലൗസ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് അവർ ഡിസൈൻ ചെയ്ത് തരും. ഇനിയിപ്പോൾ നമുക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്തിടണമെങ്കിൽ സ്വന്തമായിട്ടൊരു ഐഡിയ ഇല്ലെങ്കിലും ഇവർ നമുക്ക് സജഷൻസ് തരും കേട്ടോ. എന്തിനാണെങ്കിലും നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ബ്രൈഡ് തന്നെ ഇട്ട് നോക്കണം, അല്ലെങ്കിൽ ബ്രൈഡിന് മാത്രമേ ഡ്രസ്സ് ഇടാൻ തരത്തുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്കും വേണമെങ്കിൽ ഇട്ട് നോക്കാം. എനിക്കും അമ്മൂനും ചെറിയൊരു കൊതി കയറിയിട്ട് ഞങ്ങളും 1-2 ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്, എനിക്കിങ്ങനെ വീഡിയോ കാണുമ്പോൾ അയ്യോ എന്നുള്ളൊരിതാണ്. അത്യാവശ്യം നല്ല ഹെവി വർക്കിൽ വരുന്ന നല്ല പീസസ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട 2 ഞാൻ ട്രയൽ ചെയ്ത് നോക്കിയത്. ഞാൻ ബ്ലാക്ക് ഇട്ടതിനേക്കാൾ എല്ലാവർക്കും ഇഷ്ടമായത് ഇത് ഇട്ടപ്പോഴാണ്. റീസെൻ്റ് ആയിട്ട് ആരുടെയെങ്കിലും ഒക്കെ കല്യാണം ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഷോപ്പിൽ പോയി നോക്കിക്കോട്ടെ. ഇത് നമ്മൾ പ്രൊമോഷനായിട്ടൊന്നും പറയുന്നില്ല, നമ്മുടെ ജെനുവിനായിട്ടുള്ള അഭിപ്രായമാണ്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി.